എംപിമാർ മത്സരിക്കേണ്ടെന്ന വി.ഡി. സതീശന്റെ നിലപാടിന് വൻ തിരിച്ചടി. സുധാകരന്റെ ഭീഷണിക്ക് മുന്നിൽ മുട്ടുമടക്കിയ ഹൈക്കമാൻഡ്. കണ്ണൂരിൽ സുധാകരനും കോന്നിയിൽ അടൂർ പ്രകാശിനും സീറ്റ് നൽകിയേക്കും. വാർത്താ സമ്മേളനം ഒഴിവാക്കി സുധാകരൻ. വിഷ്ണു തലവൂർ ചേരുന്നുണ്ട് ദില്ലിയിൽ നിന്ന്. വിഷ്ണു, ഏതായാലും ഒരാഴ്ചയിലധികം നീണ്ട അനുനയ ശ്രമങ്ങളാണ് ഇപ്പോൾ പാളിയിരിക്കുന്നത്. എംപിമാർ ആരും മത്സരിക്കേണ്ടതെന്നാണ് വി.ഡി. സതീശൻ ഹൈക്കമാൻഡിനോട് പറഞ്ഞത്. അതേ നിർദ്ദേശമാണ് ഹൈക്കമാൻഡ് താഴെത്തട്ടിലേക്ക് നൽകുകയും ചെയ്തത്. പക്ഷേ ഇപ്പോൾ കെ സുധാകരനും അടൂർ പ്രകാശിനും മുന്നിൽ കീഴടങ്ങേണ്ടി വന്നിരിക്കുന്നു ഹൈക്കമാൻഡിന്, വി.ഡി. സതീശന്. എന്താണ് ദില്ലിയിൽ നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം, ബാക്കിയുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്നുണ്ടാകുമോ? വിഷ്ണു തലവൂർ ദില്ലിയിൽ നിന്ന് ചേർന്നുണ്ട്. വിഷ്ണു, ഏതായാലും സുധാകരന്റെയും അടൂർ പ്രകാശിന്റെയും കാര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിന് കീഴടങ്ങേണ്ടി വന്നിരിക്കുകയാണ്. നേരത്തെ ഹൈക്കമാൻഡിന് ഇത് സംബന്ധിച്ച തീരുമാനമെടുക്കാനുള്ള നിർദ്ദേശങ്ങൾ നൽകിയത് വി.ഡി. സതീശനാണ്. എംപിമാർ ആരും മത്സരിക്കേണ്ട എന്ന് തന്നെയായിരുന്നു നിലപാട് വി.ഡി. സതീശന്റേത്, കോൺഗ്രസ് ഹൈക്കമാൻഡിന്റേത്. ഇപ്പോൾ ആ തീരുമാനം മാറ്റേണ്ടി വന്നിരിക്കുന്നു. കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയൊരു പരാജയം, കെ സുധാകരനെ സംബന്ധിച്ച് വലിയ വിജയവും. എന്താണ് ദില്ലിയിൽ നിന്ന് നൽകാൻ കഴിയുന്നത്? ബാക്കിയുള്ള സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനം ഇന്നുണ്ടാകുമോ? എന്തായാലും ഇന്ന് വൈകിട്ടോടു കൂടി കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം ചേരുന്നുണ്ട്. വൈകിട്ട് 4 കൂടിയാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം ചേരുക. അപ്പോൾ ആ യോഗത്തിൽ പേരുകൾ ഏറെക്കുറെ ഇപ്പോൾ ഫൈനലൈസ് ചെയ്തിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിന് ശേഷം ഇന്ന് തന്നെ പ്രഖ്യാപിക്കാനുള്ള നീക്കം തന്നെയാണ് നേതാക്കൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കോൺഗ്രസ് 95 സീറ്റുകളിലാണ് മത്സരിക്കുന്നത്. ഇനി 40 സീറ്റുകളിലാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുള്ളത്. അപ്പോൾ ആ സ്ഥാനാർത്ഥികളെയും ഇന്ന് തന്നെ പ്രഖ്യാപിക്കുക എന്നതിലേക്കാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. പ്രത്യേകിച്ച് നേതാക്കൾക്ക് ഇന്ന് തിരിച്ച് നാട്ടിലേക്ക് പോവുകയും വേണം. രമേശ് ചെന്നിത്തല കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടി തന്നെ കേരളത്തിലേക്ക് പോയിരുന്നു. വി.ഡി. സതീശൻ, സണ്ണി ജോസഫ് ഉൾപ്പെടെയുള്ളവരും ഈ സ്ഥാനാർത്ഥി പട്ടിക പൂർത്തിയാക്കി നാട്ടിലേക്ക് മടങ്ങാനുള്ള നീക്കം തന്നെയാണ്. സണ്ണി ജോസഫിന് നാളെ നാട്ടിൽ റാലി അടക്കമുണ്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പട്ടികയിൽ തീരുമാനമാക്കി പ്രഖ്യാപനത്തിലേക്ക് പോവുക എന്നതിലേക്കാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. അതിനിടയിലാണ് ഇപ്പോൾ സുധാകരനും അതോടൊപ്പം തന്നെ അടൂർ പ്രകാശിനും ഇളവ് നൽകാനായിട്ടുള്ള ഒരു സമവായത്തിലേക്കും കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. അത്തരത്തിൽ അവർക്ക് മുന്നിൽ വഴങ്ങുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം സുധാകരനെ വിഷ്ണു തലവൂരാണ് ദില്ലിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്.